ഈ റെഗുലേറ്ററിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്കും അറിയത്തില്ല. നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എന്തായാലും. ഇതേത് സാധനം ഒരു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2 വാഷൊക്കെ കാണുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് പോയത്. ഇതുപോലെ ആ ആണി കാണുന്നുണ്ടോ? ഈ ആണിയില്ലതെന്ന് ഊരി കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്. താഴെ ഭാഗം നമുക്ക് പിടിച്ചു നോക്കണം. ഇവിടെ ചെറിയൊരു ബയറിങ് വരുന്നുണ്ട്. ഈ ബയറിങ്ങയിലാണ് നിൽക്കുന്നത്. ബയറിങ്ങയിലും സ്പ്രിങ്ങയിലും നമ്മൾ ഗ്യാസ് കുറ്റിയിലേക്ക് ഇത് പ്രസ് ചെയ്തിട്ടാണ് റെഗുലേറ്റർ വയ്ക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്പ്രിങ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു സ്പ്രിങ് വഴിയാണ് ഈ ഗ്യാസ് കയറി വരുന്നത്. നമ്മൾ ഗ്യാസ് കുറ്റിയിലേക്ക് ഇത് വെച്ചിട്ട് ഇവിടെ തുറക്കുമ്പോൾ ഈ സ്പ്രിങ് ഞെങ്ങിയിട്ടാണ് ഗ്യാസ് കുറ്റി ഓണാകുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്പ്രിങ് വരുന്നുണ്ട് കേട്ടോ. ഒരു റബ്ബറിൻ്റെ വാഷർ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു വാഷോടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ്ങും വരുന്നുണ്ട്. ഇത് ഒന്ന് തട്ടുന്ന ടൈമിലാണ് ഈ സ്പ്രിങ് താന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നോബ് ഉണ്ടോ, ഇത് ഗ്യാസ് കുറ്റിയിലേക്ക് ഒന്ന് ഇതുകൊണ്ട് ഇങ്ങനെ തിരിക്കുമ്പോഴത്തേനും ഇതേ ചെന്ന് തട്ടും. ഇവിടെ ഒരു ചെറിയ കമ്പി ഉണ്ടോ, ആ കമ്പിയെ തട്ടുമ്പോഴത്തേന് കമ്പി താഴത്തേക്ക് ഇങ്ങനെ താഴും. അപ്പോഴാണ് ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ അകത്തോടെ കയറി ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു വാഷറുണ്ട്. ഈ വാഷർ ഗ്യാസ് ഇങ്ങോട്ട് പൊങ്ങി വരുമ്പോഴത്തേനും ഇതിങ്ങനെ നിവരും. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ഗ്യാസ് ഈ ഓസിൻ ഇവിടെ ഒരു ഹോൾ ഉണ്ടോ, ഈ ഹോളിൻ്റെ അകത്തോടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വരുന്നത്. ഗ്യാസ് വരുമ്പം ഈ കമ്പി ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഒരു വാഷറും ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. ഈ റബ്ബറിൻ്റെ വാഷർ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ വാഷറും വരുന്നുണ്ട്.
അപ്പം ഇതിൻ്റെ ഫങ്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റൗ സംബന്ധമായ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടാണ്. നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് സ്റ്റൗ നമ്മൾ സർവീസ് ചെയ്ത് തരുന്നതാണ്.